Hey guys, today is a good day man because മമ്മിക്ക് ഇന്ന് റീഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സോ ഷി ഹാസ് പാസ്ഡ്. പറഞ്ഞു എന്താണ് മമ്മീൻ്റെ ഫസ്റ്റ് ഇൻ മൈൻഡ്, എന്താണ് ഫസ്റ്റ് മൈൻഡിന് വരുന്നതാണ് കാര്യം പറ. ഫസ്റ്റ് മൈൻഡ് റെഡിയാണ്, പാസ്പോർട്ട് റിലീസ് ആവണം, എന്നിട്ടേ അത് പറയാം. സോ ഗായ്സ്, ഇതുവരെ പാസ്പോർട്ട് റിലീസ് ആയിട്ടില്ല. ബട്ട് നമുക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത സ്ഥലത്തു നിന്ന് നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയോണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. സോ പറ മമ്മിക്ക് ഇപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ മമ്മി എന്താണ് തോന്നുന്നത് പറ, കേൾക്കട്ടെ. എന്താണ് കാരണം എന്ന് തോന്നുന്നത് പറ. 2 ദിവസം കിടന്നുറങ്ങണം, അത് മാത്രം ആണിപ്പോൾ മെയിൻ മൈൻഡിലിരിക്കുന്ന കാര്യം. ഇനി ആ കടമ്പെല്ലാം കഴിഞ്ഞു അല്ലേ? പുസ്തകം മാറ്റി വെക്കണം, പുസ്തകം മാറ്റി വെക്കണം, നല്ലോണം കിടന്നുറങ്ങുക. 50-ാം വയസ്സിൽ പുസ്തകം കയ്യിൽ എഴുതി അതിനി ഒരു 5-6 മാസം കൊണ്ട് എടുത്ത് മാറ്റി വെക്കണം. ഈ രണ്ടാമത്തെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഇൻ്റർവ്യൂ എന്തുകൊണ്ട് ഫെയിലായി എന്നുള്ളൊരു അഭിപ്രായം പറ, കേൾക്കട്ടെ. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ഒരു ചോദ്യം 3-4 പ്രാവശ്യം ആവർത്തിച്ച് അത് എന്നെ പറഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിപ്പോയി. മുഖം കാണണ്ട വിചാരിച്ച് കിടക്കുന്ന കൺഫ്യൂഷനായിപ്പോയി. അന്നേരം ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റി പറഞ്ഞു. അത് ഉത്തരം തെറ്റായിരുന്നു. ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞു, എന്നിട്ട് പിന്നെ അവരത് അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്നോട് 3-4 പ്രാവശ്യം അത് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു ഉത്തരം മാറ്റി പറഞ്ഞു പോയി. അങ്ങനെ എന്നെ അടിച്ചത്. എന്നീ പറഞ്ഞാലേ ചെന്നപ്പോൾ ഒരു ഉത്തരം തെറ്റ് പറഞ്ഞു. അവർ പിന്നെയും ചോദിച്ചപ്പോൾ ഞാൻ അതിൽ തന്നെ ഇന്ന് ഞാൻ മാറ്റാൻ നിന്നില്ല. ഗൈസ്, ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഇതിലെ ബെസ്റ്റ് സാധനം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻ്റർവ്യൂവിൽ മെയിൻസ് ആണെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. സോ ഷി ഹാവ് അച്ചീവ്ഡ് ഇറ്റ് അല്ലേ? അച്ചീവ് ആയി. Okay, are you ready? Yes, I'm ready. So actually guys, she already got the knowledge of English because sometimes she is talking with me in English. So I'm just wondered because ഒരു 30 ദിവസം മുമ്പൊന്നും ഇതിനൊന്നും 5 പൈസക്ക് ഇംഗ്ലീഷ് പറയാൻ പോലും അറിയില്ല. ഹോണസ്റ്റ്ലി സത്യമായിട്ടും ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു പറയുമ്പോൾ വരെ ഭയങ്കര മടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കിയത് എൻ്റെ അടുത്ത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. തിന്നോണ്ടിരിക്കുന്നത് ചോക്ലേറ്റ്. ആക്ച്വലി ഈ ചോക്ലേറ്റ് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പുള്ളിക്കാരി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാം പറഞ്ഞാലും ബിൽസമ്മ ചോക്ലേറ്റ് തിന്നു കഴിഞ്ഞാൽ ടെൻഷൻ മാറുന്നതാണ്. അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് 0 ഷുഗർ വാങ്ങിക്കൊണ്ട് വന്നു. ആണ് ഇതൊന്ന് തിന്നോണ്ടിരുന്നത്. ആക്ച്വലി ഇത് ഫുള്ള് തീർന്നു അല്ലേ? തീർന്നു, അവിടെ ഇരുന്ന് തിന്ന് തീർത്തു. അപ്പം ഇനി ഗൈസ്, ഇനി മമ്മി നല്ല ഉറക്കം. ഗൈസ്, ഇനി നമുക്ക് കുറേ ട്രിപ്പും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഓൺ ദ വേ ആണ്. സ്റ്റേ ട്യൂൺഡ്, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഗൈസ്, മമ്മിയുടെ പാസ്പോർട്ട് റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ മമ്മി എല്ലാവരും വിളിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയിലാണ്. എന്താ പറയാനുള്ളത്? ഏതോടെ ഈ ഗൈസ് എന്ത് പറയാനുള്ള വി ഒന്നും പറയല്ലേ? സന്തോഷമില്ല? എന്താ പറയാ? സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഗായ്സ്, മുംബൈ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഡിമാർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി മമ്മീൻ്റെ പാസ്പോർട്ട് റിലീസ് ചെയ്ത്. സോ ചിലപ്പോൾ നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നൈസിൽ ഇറങ്ങിയതാണ്. അപ്പോൾ റെയിൽവേ ടിക്കറ്റ് എടുക്കണം. 5 രൂപ ഉള്ളൂ ആക്ച്വലി. സോ അത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിടിച്ച് കഴിഞ്ഞാൽ 300 രൂപ ഫൈനാണ് ഒരാൾക്ക്. സോ റിസ്ക് എടുക്കണമെന്ന് വെച്ച് നൈസിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ആ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നേക്കാണ്. സോ അവർ 2 പേരും നടന്നു വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇനി അവിടെ എത്തുമ്പോഴേക്കും എത്ര സമയമാകുന്ന കാര്യങ്ങൾ അറിയില്ല. ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഓ ഗൈസ്, മമ്മി ദാ ഗൈസ് പോകുന്നു. നേരെ നേരെ നേരെ. നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ. സോ ഓൾ ദി വേ ഗൈസ്, ഡിമാർട്ടിലേക്കാണ് പോയിക്കുന്നത്. മമ്മി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ഉണ്ട്.
ബാഗേജിന്റെ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോകുന്ന സാധനമാണ് ഇട്ടത്. അല്ല ബാഗിന് 30 രൂപ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2 വട്ടം 30 രൂപ എടുത്തിട്ടാണ് വന്നത്. അണ്ണൻ പോയിക്കൊണ്ട് കാണാം. അണ്ണൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ട് കാണാം. അടുത്താണ്, ഇവിടെ അടുത്താണ് കേട്ടോ സംഭവം. അന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു പപ്പയ്ക്ക് നടക്കാൻ പറ്റില്ല, പപ്പ അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ എന്ത് ചെയ്തു, ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്ക് ഇത്ര 50 രൂപ കൊണ്ടാണ് ഇവിടുന്ന് അവിടം വരെ പോകാൻ. ജാസ്തിയാണ്, റേറ്റ് ജാസ്തിയാണ്. പക്ഷേ മറ്റന്മാർ പറയുന്നത് 100-150 രൂപ പറയുമ്പോൾ കമ്പയർ നോക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ പ്രൈസ്. സോ ഓൺ ദ വേ ഗൈസ്. ഇനി അവിടുന്ന് എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഞാൻ കാണിക്കുള്ളൂ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്. കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. See you guys, don't skip the video, okay? Oh guys, 5,600 rupeesന്റെ 5,600 rupeesന്റെ സാധനങ്ങൾ ഇതാ ഗൈസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാ അവരടുത്ത സാധനം പിടിച്ചോണ്ട് വരുന്നു. മമ്മി എന്താ വിചാരിച്ചത്? എത്ര രൂപ ആവും മമ്മി വിചാരിച്ചേ? എന്നാലും അത്ര പ്രതീക്ഷിച്ചുള്ളൂ. അയ്യട്ടോ എന്തോ സാധനം അറിയാം. ഇതിന് 4,500 രൂപ ആവുള്ളൂ എന്ന് വിചാരിച്ചു. പുകലോ അറിയില്ല, നോക്കണോ? 90 പപ്പ ഇതിൻ്റെ ഉള്ളിൽ കുപ്പി ഇട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെയുണ്ട് കുപ്പിയുണ്ട്. ഞാൻ നിങ്ങളെ നിർമ്മിക്കാതെ ഞാൻ കണ്ടായിരുന്ന ആള് എല്ലാ സാധനവും ഉണ്ടോ? ഇല്ലില്ല, ഇതിനുള്ളിൽ കുപ്പിയൊന്നും കിട്ടില്ല. ഉള്ളിൽ കുപ്പിയൊന്നും കിട്ടില്ല. ശരി ഗൈസ്, നമ്മളെന്തായാലും കണ്ടില്ല. ഓക്കെ, നമ്മൾ ബസ് കയറാൻ പോകുന്നു. നമ്മൾ അന്ന് കയറിയ ബസ്സിൽ സെയിം ബസ്സിൽ തന്നെയാണ് കയറി പോകാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ബസ്സിലാണ്. ഇവിടുന്ന് നേരെ മക്കോളേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. 10 രൂപ ഉള്ളൂ ആക്ച്വലി അല്ലേ? ശരിക്കും ബസ്സിന് കിട്ടുവരെ ബസ് വന്നാൽ മതിയായിരുന്നു അല്ലേ? ട്രെയിനിന് 5 രൂപ, ഓട്ടോയ്ക്ക് 50 രൂപ. അതിലും ബെറ്റർ ഞാൻ നോക്കുമ്പോൾ ഇതായിരുന്നു. പിന്നെ അവിടുന്ന് ബസ് കിട്ടില്ല, ടാസ്ക് കേട്ടോ, അത് വേറെ കാര്യം. ബസ് എവിടെ നിന്ന് കിട്ടുന്നത്, എങ്ങോട്ടാണ് വരുന്നത്, നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് അറിയില്ല. അവിടെ നന്ദേരിയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എത്ര റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ലായിരുന്നു. ഓ ഗായ്സ്, നമ്മളിവിടെ എത്തി. നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പപ്പ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും തിരിഞ്ഞു നിന്നു. മിസ്റ്റർ ഓ ഗൈസ്, നമ്മുടെ ഓട്ടോ അണ്ണൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഇവിടുന്ന് 850 മീറ്റേഴ്സ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഓപ്പോസിറ്റ് ആണ്. സോ നമ്മളിവിടെ തന്നെ നിൽക്കുള്ളൂ. അയാൾ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ നിന്ന് പിക്ക് ചെയ്തോളും. അതായിരിക്കും നല്ലത്. ഇവിടെ ശരിക്കും ആക്ച്വലി 5 രൂപയുള്ളൂ ഓട്ടോയ്ക്ക്. ഇവിടുന്ന് ഓട്ടോയ്ക്കല്ല, ബസ്സിന് ഇവിടുന്ന് 5 രൂപയുള്ളൂ. പിന്നെ മമ്മി പറഞ്ഞു നോക്കണം, നമ്മുടെ ലഗേജും കാര്യങ്ങളും നമുക്ക് അവിടെ അതിൻ്റെ മുമ്പിൽ പോയി ഇറങ്ങാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ പിന്നെ ഓട്ടോയ്ക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. എണ്ണം വരുന്നുണ്ടോ? എണ്ണെന്താ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വരികയാണ്. സിയോ ഉണ്ട് ഓട്ടോ ഗൈസ്. സോ ഗൈസ്, റൂമിലെത്തി. നല്ല ചൂടായിരുന്നു. അയ്യോ, തലവേദന എടുത്തിട്ട് ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ അതാ നൈസിൽ നല്ല ബീഫും കൂട്ടി ഒരു ചോറ് പിടിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റുള്ള ബീഫാണ്. വല്ല മുട്ടൻ ഇറച്ചി ചിക്കൻ ബീഫ് എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർ സാധനം. സോ ഫുഡ് കഴിക്കണം. ഒരു ഉറക്കം ഉറങ്ങണം. ഇവിടെ റൂമൊക്കെ ഫുൾ അലമ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ടോ? ഫുൾ അലമ്പായി കിടക്കുകയാണ്. ഇനി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്നൊരു ഉറക്കം ഉറങ്ങണം. നല്ല ക്ഷീണത്തിലാണ് ഗൈസ്. സൂപ്പർ ഗൈസ്, സൂപ്പർ ഗൈസ്. എന്താ പറയുക മീ, നല്ല രസമല്ലേ? മറ്റേ ദുബായിൽ നിന്നൊക്കെ വരുന്ന ഷെയ്ക്കുന്ന പോലെ ഇട്ടത് ഗൈസ്. ഈ കളർ കത്തും, ഈ കളർ മാത്രം. ഇതും പിന്നെ ആ സൈഡിൽ കിടക്കുന്നത് കത്തും ഗൈസ്. ഒരു അത് കത്തുമെന്ന് അവിടെ, അത് കത്തുമെന്ന് അറിയില്ല. ഇത് കത്തുമെന്ന് അറിയില്ല, പക്ഷെ അത് കത്തും. ആ, ഇങ്ങനെ ഇരുട്ടത്താക്കി കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കും. കണ്ടോ? അങ്ങനെ ലൈറ്റായിട്ട് കത്തൂല. അമ്മി നല്ലൊരെണ്ണം നോക്കി വാങ്ങിക്കാം. അമ്മി പൈസ അവർ കൊന്ത നോക്കുകയാണ്. അമ്മി മെഴുതിരി വാങ്ങിയിട്ടുണ്ട്. ഇതൊരെണ്ണം വാങ്ങിക്കോ. ഇത് ഇത് അല്ല, 500 കൊടുത്തില്ലേ? ആ, 500 കൊടുത്തു.
നമ്മളിപ്പോൾ സെൻറ്റ് മിക്കായൽ ചർച്ച് എന്ന് പറയുന്ന ചർച്ചിനുള്ളിലാണ്. ഒപ്പായിട്ട് കൊണ്ട് പറഞ്ഞെടുത്തു. അത് ചേരുമോ തങ്ങഞ്ഞേട്ടന്? കഴുത്തിട്ട് നോക്ക്, നോക്ക്. റെഡിയല്ലേ? കയറോ? ഇറക്കി നോക്ക്. ഇല്ല, കയറോ? എന്നാ ഇച്ചിരി വലുത് വാങ്ങും. ഇത് വാങ്ങിക്കും, ഇതാ നല്ലത്. പള്ളിയിൽ വന്നതാണ്. അപ്പോൾ പള്ളിയിലെ കുറച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് പൊന്നിനെ കൂട്ടാൻ പറഞ്ഞു. പൊന്നൊന്ന് വരുന്നുണ്ട് ഗൈസ്. ഇവർ ബടാ പർച്ചേസൊക്കെ കഴിഞ്ഞ് കുറേ എല്ലാവരുടെ കയ്യിൽ ഓരോ മാലയൊക്കെ ഉണ്ട്. മൊത്തം 350 റുപ്പീസിൻ്റെ പർച്ചേസ് ടോട്ടലായി ഗൈസ്. നമ്മ ഇതാ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അച്ഛനോടെ നിൽക്കുന്നുണ്ട്. അയ്യോ മമ്മി. ബാലൻസ് ചേച്ചിൻ്റെ പേരെന്തായിരുന്നു? ഏതാ? ലിഷ ചേച്ചി, നമ്മുടെ റൂംമേറ്റ് ആണ് കേട്ടോ. ഓക്കെ. ഫുഡ് കഴിക്കാൻ കഴിയാണ്. ഫുഡ് കഴിക്കാൻ കടയുടെ മുമ്പിൽ നിന്നിട്ട് അവർക്ക് ഡിസ്കഷൻ കഴിഞ്ഞില്ല. ഇപ്പോഴും എന്താ കഴിക്കേണ്ടതെന്ന് ഡിസ്കഷനിലാണ്. ക്യായേ ബൈസ്. എൻ്റെ അവസാനം ഞങ്ങൾ മസാല ഇല്ലാത്ത ഗീ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു. പപ്പയ്ക്ക് മസാല ദോശ, ഞങ്ങൾ ബാക്കി 3 പേർക്ക് ഗീ പ്ലെയിൻ ദോശ. സാധനം ഓർഡർ എടുത്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യണം. ഒന്നുകൂടി കൊടുക്കുക. ചട്നി എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ സാധനങ്ങളെല്ലാം വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി. ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഓവർ ടേസ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം മുംബൈയിലെ ഫുഡാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇത് 3 നമ്മുടെ പ്ലെയിൻ ദോശയും ഇത് മസാല ദോശയും. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കുഴപ്പമില്ല, മീഡിയം എന്താ പറയുക, മീഡിയം റേഞ്ച്. അത്ര നല്ലതല്ല, അത്ര ഗുഡ് കൊള്ളില്ലാന്നും പറയാൻ പറ്റില്ല. ഫുഡ് ഇഷ്ടപ്പെട്ടോ മീ? ഓക്കെ. വെള്ളം വന്നോ ഗൈസ്? ഈ വെള്ളം എടുത്തത് പൈപ്പിൽ നിന്നാണ് ഗൈസ്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഗൈസ്. നമ്മൾ യൂട്യൂബിൽ കണ്ട സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റാ. പാലിൻ്റെ ഒരു സാധനം അത്. കഴിച്ചു നോക്ക്, ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഓ പിന്നെ നല്ല ടേസ്റ്റാ. ഇത് പിടിക്ക്, മുഖത്ത് പിടിക്കും. മുഖം കൊള്ളാട്ടോ. എടുത്തോ, നമുക്ക് 1 പീസ് മതി എന്ന് പറഞ്ഞിട്ട്. ആണോ? ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ സാധനം കഴിക്കണം വിചാരിച്ചു. ഇത് ആക്ച്വലി വാരണാസിയിലെ ഒരു മെയിൻ സ്ട്രീറ്റ് ഫുഡാണ്. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അയാൾ പറഞ്ഞ പോലെ തന്നെ പാല് എന്തോ ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനം. എടുത്തോ, ഞാൻ കഴിച്ചു. നേരെ റൂമിലേക്ക് പോകണം കേട്ടോ. ഇനി ഇവിടെ പരിപാടിയൊന്നുമില്ല. സോ ഗൈസ്, ആക്ച്വലി പൊന്നു വരുന്നുണ്ട്. സോ പൊന്നുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഉറക്കമൊക്കെ വന്നിട്ട് നല്ല ടയേർഡാണ്. 10:47 സമയം. ഫ്ലാറ്റ് ഇത്രയും നേരം ഞാൻ തുറന്ന് വെച്ചിട്ട് ഇതുവരെ സാധനം വന്നിട്ടില്ല. എന്തൊരു കസ്റ്റമൈസ് ഗൈസ്. ആക്ച്വലി ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആണ്. നമുക്കൊരു കുപ്പി ഗിഫ്റ്റ് കൊടുക്കണത്തുണ്ട്. അപ്പോൾ അത് ചെറിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
ഗൈസ് കണ്ടുപിടിച്ച് വണ്ടാരം ഭ്രാന്ത് പിടിച്ച് ഫുള്ള് സീനാണ്. ഒരു ബസ് പോലും ഇല്ല. ബസ് കാണാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മടുത്തു ഗൈസ്. ടോട്ടലി ടാസ്ക്. 10:30 വരുന്ന ട്രെയിൻ 12:30, 13, 1 മണിയായി രാവിലെ. വെളുപ്പിന് 1:10. വെരി വെരി ടാസ്കി മാൻ. ഇപ്പോൾ ഇവിടുന്ന് ബസ് പിടിച്ച് അവിടെ എത്തണം. So guys, we got the Uber and we are heading to the place, and it will cost around 138 rupees something. So I already paid the half money with Uber gift card. So the auto is going on. Actually the number is quite different, the number plate is quite different, but it's okay. And he was a good guy and he came. We're going ahead to the place. Actually I just stop in unknown place, so the driver told me the bus has been completely stopped. There is no bus until 6 o'clock, so there are no another option. So I booked the auto and we are going. സൂപ്പറിൽ മാക്സിമം എല്ലാവരും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. എന്നെ ചാമ്പി പിന്നെയും 138 രൂപ കാണിച്ചിട്ട് ഞാൻ 165 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. എന്ത് ചാമ്പനാണ് ഗൈസ്. നമ്മൾ ഓട്ടോ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അമ്മ 138 രൂപ കാണിച്ച് ഞാൻ 70 രൂപ ആക്ച്വലി ഇതിൽ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്തു. പിന്നെ ബാക്കിയത് പിന്നെ ഞാൻ അല്ലാണ്ട് കൊടുക്കേണ്ടി വന്നു. എന്തൊരു ഗതികേടാണ് ഗൈസ്. ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ നാറുകൾ. ലിഫ്റ്റിലെത്തി. ലിഫ്റ്റിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. അയ്യോ, ഒന്ന് അനങ്ങാണ്ട് നിൽക്കുമോ?